1567 ആഗസ്റ്റ് 21 വിശുദ്ധ ഫ്രാൻസിസ് ജനിച്ചത്. 1593 വിശുദ്ധന് പുരോഹിത പട്ടം ലഭിച്ചു. 1594 മുതൽ 1598 വരെ ചാപ്ലേസിലെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾക്കിടയിൽ സുവിശേഷം പ്രഘോഷിക്കുക എന്ന കഠിനവും അപകടകരമായ ദൗത്യവുമായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. വിശുദ്ധന്റെ ശ്രമഫലമായി ഏതാണ്ട് 70,000-ഓളം ആത്മാക്കളെ കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. വിശ്വാസികൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ അതിശക്തമായ അത്യുത്സാഹം സാക്ഷ്യപ്പെടുത്തി ഏതാണ്ട് 21,000-ഓളം എഴുത്തുകളും 40,000-ഓളം പ്രഭാഷണ രേഖകളും കണ്ടുകിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ജന്മം കൊണ്ട് ഒരു വിശുദ്ധനായിരുന്നില്ല. മുൻകോപിയും പെട്ടെന്ന് കോപം കൊണ്ട് ജ്വലിക്കുന്ന സ്വഭാവം കൂടിയുള്ളവനായിരുന്നു വിശുദ്ധൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യം മതിയായിരുന്നു കോപിഷ്ഠനായും അക്രമ പ്രവർത്തനങ്ങളിലേക്ക് എടുത്തുചോടുവാൻ. വളരെയേറെ വർഷങ്ങൾക്ക് ശേഷമാണ് വിശുദ്ധൻ തന്റെ അക്ഷമയും അകാരണമായ കോപത്തിനും കടിഞ്ഞാലിട്ടത്. മെത്രാനായിരുന്നപ്പോൾ പോലും ചില സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം തീരുന്നതിന് മുന്നേ ആരെങ്കിലും ബെല്ലടിച്ചാൽ വിശുദ്ധൻ തന്റെ ആത്മനിയന്ത്രണം കൈവിടുമായിരുന്നു. ഇത് പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും നിരന്തരമായ അക്ഷീണ പരിശ്രമം മൂലമാണ് വിശുദ്ധൻ തന്റെ പരിപൂർണ ആത്മനിയന്ത്രണം സാധ്യമാക്കിയത്. അദ്ദേഹത്തിന്റെ ആത്മനിയന്ത്രണ കഴിവിനെ നിരവധി ദൈവശാസ്ത്ര പണ്ഡിതർ വർണ്ണിക്കുന്നത് കാണാൻ സാധിക്കും.